ഈശോയിലേറ്റം സ്നേഹിക്കപ്പെടുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 50 നോമ്പിന്റെ 24-ാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്നേ ദിവസം മൂലപാപങ്ങളിലെ 4-ാമത്തെ പാപമായ കോപത്തെക്കുറിച്ചും, എന്നാൽ അതിന് നേരെ എതിരായ പുണ്യമായി നമ്മുടെ ജീവിതത്തിൽ വളരേണ്ട ക്ഷമയെന്ന പുണ്യത്തെക്കുറിച്ചും നമുക്ക് ഒരു നിമിഷം ഈശോയുടെ തിരുസന്നിധിയിൽ നമുക്ക് ധ്യാനിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 4-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: കോപിച്ചു കൊള്ളുക, എന്നാൽ പാപം ചെയ്യരുത്. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാനുഷികമായിട്ടുള്ള ഒരു തിന്മയുടെ അവസ്ഥയാണ്, അല്ലെങ്കിൽ ജഡത്തിന്റെ തിന്മയുടെ അവസ്ഥയാണ് കോപം ചെയ്യുക എന്നുള്ള അവസ്ഥ. പൗലോസ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 19-ാം തിരുവചനം, 19-20 തിരുവചനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്: ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം എന്നിവയാണ്. അപ്പോൾ കോപം എന്ന പാപം എന്ന് പറയുന്നത് അത് ജഡത്തിന്റെ പാപമാണ് എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഈ പാപത്തിന്റെ മേഖല എപ്പോഴും കടന്നു വരാം. പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ദേഷ്യം വരാനായിട്ട്, കോപിക്കാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, കോപം എന്ന തിന്മ, ആ തിന്മയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണമെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നു. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ആയുസ്സിന്റെ മേഖലയിലെ ചുരുക്കം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആയുസ് കുറയ്ക്കുന്ന, നമ്മുടെ സന്തോഷം കുറയ്ക്കുന്ന ഒരു അവസ്ഥയാണ് കോപം എന്ന് പറയുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 28-ന്റെ 7-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: കൽപ്പനകൾ അനുസരിച്ച് അയൽക്കാരനോട് കോപിക്കാതിരിക്കുക. ദൈവ കൽപ്പന അനുസരിച്ചുകൊണ്ട് അയൽക്കാരനോട് കോപിക്കരുത് എന്ന് വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുക. അതിനാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കോപം എന്നുള്ള ആ തിന്മയെ മാറ്റിക്കളയുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം. പൗലോസ്ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിന്റെ 4-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. കോപം വരും, ദേഷ്യം വരും, എന്നാൽ അത് വലിയ പാപമായിട്ട് മാറരുത്. നിങ്ങളുടെ കോപം സൂര്യാസ്തമയം വരെ നീണ്ടു പോകാതിരിക്കട്ടെ. സൂര്യൻ അസ്തമിക്കുന്നത് വരെ, അല്ലെങ്കിൽ കോപിക്കുന്ന അവസ്ഥ, ദേഷ്യത്തിന്റെ അവസ്ഥ, പിണക്കത്തിന്റെ അവസ്ഥ, അത് നീണ്ടു പോകരുത്. എത്രയും വേഗം അല്ലെങ്കിൽ രമ്യതപ്പെടണം, അല്ലെങ്കിൽ ക്ഷമിക്കാൻ കഴിയണം. തുടർന്ന് വചനം ഇങ്ങനെ പറയുന്നു, 27-ാം തിരുവചനം: സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. നമുക്ക് ക്ഷമിക്കാൻ കഴിയാതിരുന്നാൽ, ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അതൊരു വലിയ തിന്മയായി മാറുവാൻ സാധ്യതയുണ്ട് എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുക. നമുക്കറിയാം, ഈശോ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തില് 35-ാം തിരുവചനം, നിർദ്ദയനായ ഭൃത്യന്റെ ആ ഉപമയില് 35-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. കാരണം നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം. ക്ഷമിച്ചില്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവും അതേപോലെ തന്നെ പിതാവായ ദൈവവും നമ്മോടും ക്ഷമിക്കുകയില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഈശോ നൽകുകയാണ്. പ്രത്യേകിച്ച് നാം പ്രാർത്ഥിക്കുന്ന കർത്തൃ പ്രാർത്ഥനയില് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 14-ാം തിരുവചനത്തിൽ 14-15 തിരുവചനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്: മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഈശോയുടെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ഏറ്റവും തീഷ്ണതയോടെ ആഗ്രഹിക്കുക. കാരണം നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ക്ഷമ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കും ക്ഷമ ലഭിക്കുകയുള്ളൂ എന്ന് ക്രിസ്തുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് ഈശോയിൽ പ്രിയമുള്ളവരെ, ഈശോനാഥൻ കാൽവരി കുരിശിൽ അവസാന വിനാഴികയിൽ നമുക്ക് നൽകിയ ഏറ്റവും വലിയ മാതൃകയുണ്ട്. ലോകം മുഴുവനോട് ക്ഷമിച്ചൊരു മാതൃക. ലോകത്തിന്റെ സൃഷ്ടാവായ, രക്ഷിതാവായ, ദൈവമായ യേശുനാഥന് വേണമെങ്കിൽ കോപിക്കാമായിരുന്നു. എന്നാൽ അവിടുന്ന് ഏറ്റവും വലിയ മാതൃക കാണിക്കുകയാണ്, ക്ഷമയെന്ന പുണ്യം. അവിടുന്ന് കാൽവരി കുരിശിൽ അവസാന വിനാഴികയിൽ ലോകം മുഴുവനോട് ക്ഷമിച്ചുകൊണ്ട് ഇങ്ങനെ പറയുക. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 34-ാം തിരുവചനം: പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈ ഒരു മനോഭാവം നമുക്ക് കൊണ്ടുവരാം. ലോകം മുഴുവനോട്, നമ്മെ വേദനിപ്പിക്കുന്നവരോട് എല്ലാം ക്ഷമിക്കുവാൻ, കോപിക്കാതിരിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ നോമ്പ് കാലഘട്ടത്തിൽ ആഗ്രഹിക്കാം. കോപിക്കാതെ
വിശുദ്ധിയിൽ ജീവിക്കുന്ന പുണ്യത്തിൽ വളരുന്ന മക്കളായി തീരുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. നല്ല ഈശോ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.